അമേരിക്കയിലെ ഒക്കൾട്ട് മ്യൂസിയത്തിൽ ചുരുണ്ട മുടിയും നല്ല ഭംഗിയുള്ള കുട്ടിയുടുപ്പും ധരിച്ച് എപ്പോഴും ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഒരു പാവയുണ്ട്. കണ്ടാൽ നിശബ്ദമായി തോന്നിക്കുന്ന ആ പാവയുടെ നിഗൂഢവും ദുരൂഹവും ഭയപ്പെടുത്തുന്നതുമായ കഥകൾ ലോകപ്രശസ്തമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഏതു പാവയെക്കുറിച്ചാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രേതപ്പാവ എന്നാൽ അനബെല്ലെ ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ അനബെല്ലെ പോലെ തന്നെ ഭയപ്പെടുത്തുന്ന, ഒരു പക്ഷേ അനബെല്ലേക്കാളും ഭയപ്പെടുത്തുന്ന മറ്റൊരു പാവയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കാം. വെൽക്കം ബാക്ക് ടു റിവൻ മലയാളം. 1904 കാലഘട്ടം ഫ്ലോറിഡയിലെ ഈറ്റൺ സ്ട്രീറ്റിൽ ആർട്ടിസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലിയായിരുന്നു ഓട്ടോ ഫാമിലി. ആ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു റോബർട്ട് യൂജിൻ ഓട്ടോ. എല്ലാവരും അവനെ സ്നേഹത്തോടെ യൂജിൻ എന്നാണ് വിളിച്ചിരുന്നത്. യൂജിന് 4 വയസ്സുള്ളപ്പോൾ യൂജിൻ്റെ മുത്തശ്ശൻ ജർമ്മനിയിൽ നിന്നും യൂജിനെ കാണാനായി വരികയാണ്. വളരെ കാലത്തിന് ശേഷം തൻ്റെ പേരക്കുട്ടിയെ കാണാൻ പോകുന്ന മുത്തശ്ശൻ അവനെ സർപ്രൈസ് ചെയ്യാനായി വ്യത്യസ്തമായ ഒരു ഗിഫ്റ്റ് അന്വേഷിച്ച് ജർമ്മനി മുഴുവൻ ഓടി നടക്കുകയാണ്. അപ്പോഴാണ് മുത്തച്ഛൻ്റെ കണ്ണിൽ ഒരു പാവ ഷോപ്പിൻ്റെ മുന്നിലെ ഡിസ്പ്ലേയിലെ ഏകദേശം 4 അടിയോളം വലിപ്പമുള്ള ഒരു പാവക്കുട്ടിയെ കാണുന്നത്. അതിൻ്റെ വില ചോദിച്ചപ്പോൾ അത് വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് കടയുടമ ഒഴിഞ്ഞു മാറിയെങ്കിലും വലിയൊരു തുക നൽകി ആ മുത്തശ്ശൻ ആ പാവയെ വാങ്ങുകയും തൻ്റെ പേരക്കുട്ടിയെ കാണാനെത്തുകയും ആ ഭീമാകാരമായ പാവയെ യൂജിൻ റോബർട്ടിന് സമ്മാനിക്കുകയുമാണ്. പാവയെ കണ്ടപാടെ വളരെ ഇഷ്ടപ്പെട്ട യൂജിൻ റോബർട്ട് ആ പാവയ്ക്ക് തൻ്റെ പേര് തന്നെ നൽകുകയാണ്, റോബർട്ട്. പിന്നീടുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും യൂജിൻ റോബർട്ട് ആ പാവയോടൊപ്പമാണ് ഏറ്റവും അധികം സമയം ചെലവഴിച്ചിരുന്നത്. ചില സമയങ്ങളിൽ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതായി പോലും യൂജിൻ്റെ വീട്ടുകാർക്ക് തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം രാത്രിയാവുമ്പോൾ റോബർട്ട് എന്ന പാവയെ കാണാതാവുകയാണ്. വീട്ടുകാർ റോബർട്ടിന് വേണ്ടി ആ വീട് മുഴുവൻ പരിശോധിച്ചു, വീടിൻ്റെ ചുറ്റുപാടൊക്കെ പരിശോധിച്ചു, എങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെയാകുമ്പോൾ ആ വീട്ടിലെ വേലക്കാരിയുടെ റൂമിൽ നിന്ന് റോബർട്ടിനെ കണ്ടെത്തുകയാണ്. ഈ പാവ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ വേലക്കാരിക്ക് അതിന് ഉത്തരമില്ലായിരുന്നു. പക്ഷേ ആ പാവയുടെ ശരീരത്തിൽ ചില ആഭിചാരക്രിയകൾ ചെയ്ത പാടുകൾ കാണുന്ന വീട്ടുകാർ ആ വേലക്കാരിയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയും അന്ധവിശ്വാസത്തിലൊന്നും വിശ്വാസമില്ലാതിരുന്ന യൂജിൻ്റെ അമ്മയും അച്ഛനും ആ പാവയെ വീണ്ടും കളിക്കാനായി യൂജിന് കൊടുക്കുകയുമാണ്. യൂജിൻ പഴയ പോലെ ആ പാവയുമായി നല്ല സൗഹൃദത്തിലാവുകയും പതിവ് പോലെ സംസാരിക്കുകയും കുശലം അന്വേഷിക്കുകയുമാണ്. മാത്രമല്ല, റോബോട്ടിനായി യൂജിൻ തൻ്റെ റൂമിൽ ഒരു പ്രത്യേക സ്ഥലം നിർമ്മിക്കുകയും ഉറങ്ങുന്ന സമയങ്ങളിൽ ആ സ്ഥലത്ത് റോബോട്ടിനെ വച്ച ശേഷം മാത്രമാണ് യൂജിൻ ഉറങ്ങുക. ഒരു ദിവസം അർദ്ധരാത്രി ആകുമ്പോൾ യൂജിൻ്റെ റൂമിൽ നിന്ന് നിലവിളിയും കരച്ചിലും കേട്ട യൂജിൻ്റെ മാതാപിതാക്കൾ ആ റൂമിലേക്ക് ഓടിയെത്തുകയാണ്. വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നതിനാൽ തന്നെ യൂജിൻ്റെ പിതാവ് വാതിൽ ചവിട്ടി പൊളിക്കുകയും യൂജിൻ്റെ റൂമിനകത്ത് പ്രവേശിക്കുകയും അവിടെ കണ്ട കാഴ്ച യൂജിൻ്റെ മാതാപിതാക്കളെ വല്ലാതെ ഭയപ്പെടുത്തുകയുമാണ്. അതുമാത്രമല്ല, ആ റൂമിലുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം ചിന്നിച്ചിതറി കിടക്കുന്നു. ആ റൂമിൻ്റെ ഒരു മൂലയിൽ കണ്ണു രണ്ടും പൊത്തി തേങ്ങിക്കരയുകയാണ് യൂജിൻ. അതുമാത്രമല്ല, റോബർട്ട് എന്ന പാവ യൂജിൻ്റെ കട്ടിലിൻ്റെ അറ്റത്തിരുന്ന് യൂജിനെ തന്നെ തുറിച്ചു നോക്കുകയുമാണ്. ഉടനെ തന്നെ യൂജിനെ വാരിയെടുക്കുന്ന മാതാപിതാക്കൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ റോബർട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് യൂജിൻ തൻ്റെ മാതാപിതാക്കളോട് പറയുകയാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് ഒരു ചെറിയ കുട്ടിയല്ലേ ഇത് പറയുന്നത് എന്ന് വിചാരിച്ചു യൂജിൻ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ ദുഃഖിതനായി കാണപ്പെട്ട യൂജിനോട് മാതാപിതാക്കൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? പുറത്തുപോയി കൂട്ടുകാരോടൊപ്പം കളിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ യൂജിൻ പറഞ്ഞ മറുപടി മാതാപിതാക്കളെ ഞെട്ടിക്കുകയായിരുന്നു. എനിക്ക് കൂട്ടുകാരോട് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ റോബോട്ട് അതിന് സമ്മതിക്കുന്നില്ല എന്നതായിരുന്നു മറുപടി. ഇങ്ങനെ സ്ഥിരമായി റോബോട്ടിനെ കുറിച്ച് പരാതികൾ ഉയർന്നതോടെ റോബോട്ടിനെ ഒരു കണ്ണാടി കൂട്ടിലാക്കുകയും ആ വീടിൻ്റെ തട്ടിന് പുറത്ത് കൊണ്ടുപോയി വയ്ക്കുകയുമാണ് യൂജിൻ്റെ അച്ഛനും അമ്മയും. പിന്നീട് യൂജിൻ ഉന്നത പഠനത്തിനായി ഇറ്റലിയിലേക്ക് പോവുകയാണ്. എങ്കിലും ചില രാത്രികളിൽ എന്നെ തുറന്നുവിടുക എന്ന തരത്തിൽ ഒരു കുട്ടി കരയുന്നതും തട്ടിനും പുറത്ത് ഒരു കുട്ടി ഓടി നടക്കുന്ന ശബ്ദം കേൾക്കുന്നതായും ആ വീട്ടുകാരും ആ വീട്ടിൽ ജോലിക്ക് വന്നവരും പലപ്പോഴായി കേട്ടിരുന്നതായി പറയപ്പെടുന്നു. മാത്രമല്ല, തട്ടും പുറത്തുള്ള റോബോട്ട് എന്ന പാവ ചില സമയങ്ങളിൽ 2ാം നിലയിലുള്ള യൂജിൻ്റെ ബെഡ്റൂമിൽ വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതായും ആ വഴി പോകുന്ന കുട്ടികളും മുതിർന്നവരും റോബോട്ടിനെ കണ്ടതായും അവർക്ക് റോബോട്ടിനെ കാണുന്ന സമയങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായിരുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. യൂജിൻ്റെ അച്ഛനും അമ്മയും മരണപ്പെടുന്നു.
ഇറ്റലിയിലുള്ള യൂജിൻ കല്യാണം കഴിച്ച് വീണ്ടും ഫ്ലോറിഡയിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്ന് താമസം ആരംഭിക്കുകയാണ്. ഒരു ദിവസം വീടൊക്കെ വൃത്തിയാക്കുന്നതിനിടയിൽ തൻ്റെ പഴയ കൂട്ടുകാരനായ റോബോട്ടിനെ തട്ടിൽ നിന്നും പുറത്തെടുക്കുന്ന യൂജിൻ പണ്ടത്തെ പോലെ റോബോട്ടിനോട് സംസാരിക്കുകയും ഒപ്പം കൊണ്ട് നടക്കുകയുമാണ്. ഇതൊക്കെ കാണുന്ന യൂജിൻ്റെ ഭാര്യയ്ക്ക് യൂജിൻ്റെ പ്രവൃത്തികളിൽ ഇഷ്ടക്കേട് തോന്നുകയും ഒരു സമയത്ത് ഡിവോഴ്സ് വരെ എത്തുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കാരണക്കാരനായ റോബോട്ട് എന്ന പാവയെ യൂജിൻ്റെ ഭാര്യ പഴയ പോലെ ഒരു ഗ്ലാസ് കൂട്ടിലാക്കി തട്ടിന് പുറത്ത് ഉപേക്ഷിക്കുകയുമാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ യൂജിൻ റോബോട്ട് മരണപ്പെടുകയും അതിന് പിന്നാലെ ഭാര്യയും മരണപ്പെടുകയുമാണ്. പിന്നീട് ആ വീട്ടിൽ വന്ന പുതിയൊരു കുടുംബം സ്ഥിരമായി തട്ടിൻപുറത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നതിൻ്റെ ഭാഗമായി തട്ടിൻപുറം പരിശോധിക്കുകയാണ്. അവിടെയാണ് റോബോട്ട് എന്ന പാവയെ കാണുന്നതും ആ പാവക്കുട്ടിയെ ആ വീട്ടിലെ 4 വയസ്സുള്ള പെൺകുട്ടിക്ക് കളിക്കാൻ കൊടുക്കുന്നതും. പക്ഷേ പണ്ടത്തെ പോലെ തന്നെ ആ വീട്ടിൽ നിഗൂഢമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതോടെ ആ വീട്ടുകാർ ആ ഒരു റോബോട്ട് എന്ന പാവക്കുട്ടിയെ ഫ്ലോറിഡയിലുള്ള മാർട്ടൽ ലോഫ് മ്യൂസിയത്തിൽ ഏൽപ്പിക്കുകയും ഇന്നും ഒരു ചില്ലുകൂട്ടിൽ ആരൊക്കെയോ നോക്കിയിരിക്കുകയാണ് റോബോട്ട് ദ ഡോൾ. തീർന്നില്ല റോബോട്ടിൻ്റെ കഥകൾ. മ്യൂസിയത്തിൽ എത്തുന്നവർ റോബോട്ടിൻ്റെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുകയും റോബോട്ടിനെ തൊടാൻ ശ്രമിച്ചാൽ അവർക്ക് ദുരൂഹമായ പലതും സംഭവിക്കാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ചിലർക്ക് മരണം വരെ സംഭവിച്ചതായി പറയപ്പെടുന്നു. സത്യത്തിൽ റോബോട്ട് എന്ന പാവയിൽ പ്രേതബാധയുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒരാളുടെ അനുവാദമില്ലാതെ അവരെക്കുറിച്ചുള്ള വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും തൊടുന്നതെല്ലാം തെറ്റാണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുന്നതിന് റോബോട്ട് എന്ന പാവയോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ. ബൈ.